ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റേക്ക് മൂവീസ്. അപ്പോൾ ഇന്ന് വേറൊരു കിടിലൻ മൂവി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് റിലീസായിട്ടുള്ള ബ്രൊമാൻസ് എന്ന മൂവിയുടെ ചെറിയ ഒരു സ്റ്റോറി ലൈനും ചെറിയ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ 2025 റിലീസ് ചെയ്ത ഒരു അഡ്വെഞ്ചർ കോമഡി മൂവിയാണ് ബ്രൊമാൻസ്. എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം ഒരാളാണ്, അരുൺ ഡി ജോസ് ആണ്. അതുപോലെ തന്നെ ആക്ട് ചെയ്തേക്കുന്നത് മാത്യു തോമസ്, അർജുൻ അശോകൻ, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ, ശ്യാമോഹൻ, കലാഭവൻ, ഷാജൂൺ, അതുപോലെ ഭരത് ബോപ്പന്ന. നമ്മളിതിൻ്റെ ഒരുപാട് പ്രൊമോഷൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ കോളേജിലൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുന്നതും അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും ഈ മൂവിയുടെ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമാണ് പറയുന്നത്. മൂവിയുടെ ഫുൾ സ്റ്റോറി ലൈനൊന്നും പറയത്തില്ല, ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞിട്ട് വീഡിയോ ഫൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് മൂവിയുടെ പ്ലോട്ടിലേക്ക് പോകാം. ചിത്രത്തിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ ചിത്രം ഒരു ബ്രദർഹുഡ് എന്ന ഒരു ടോപ്പിക്കിലൂടെയാണ് മൊത്തം പോകുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്കിതിലെ ക്യാരക്ടേഴ്സാണ്. ബിൻഡോ എന്ന മെയിൻ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് മാത്യു തോമസ് ആണ്. അതുപോലെ ഷിൻഡോ എന്ന് പറയുന്നത് ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് ശ്യാമോഹനാണ്. അപ്പോൾ ഈ രണ്ടുപേരും ബ്രദേഴ്സാണ്. അപ്പോൾ അവർ രണ്ടുപേർക്കും നല്ല സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാണ്. ബിൻഡോ എന്ന് പറയുന്നത് ഇളയ ആളാണ്. അപ്പോൾ ബിൻഡോ ഭയങ്കര ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളതും അതുപോലെ മീംസൊക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ബിൻഡോ എന്ന് പറയുന്നത്. ഷിൻഡോ എന്ന് പറയുന്നത് ഒരു ട്രേഡറാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ കുറച്ച് സെറ്റിൽഡായിട്ട് നല്ല കോമൺ ഒരു നല്ല മാനേർഡ് ആയിട്ടുള്ള ഒരാളാണ് ഷിൻഡോ എന്ന് പറയുന്നത്. അപ്പം ഒരു ട്വിസ്റ്റിൽ ഷിൻഡോ മിസ്സിങ് ആവും. ബിൻഡോ അദ്ദേഹത്തെ ഷിൻഡോനെ കണ്ടുപിടിക്കാൻ വേണ്ടി കൊച്ചിയിലൊക്കെ പോകുന്നു. അതൊക്കെയാണ് സംഭവിക്കാൻ എന്നുവെച്ചാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഫോഴ്സ്ഡ് ബിൻഡോയെ നിർബന്ധിച്ച് ഷിൻഡോയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഷിൻഡോയ്ക്ക് എന്ത് പറ്റി അതിനെ പറ്റിയിട്ടുള്ള മിസ്റ്ററിയാണ് റിവോൾവ് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മുടെ ബ്രൊമാൻസ്. അപ്പോൾ ഷബീർ അലി എന്ന ക്യാരക്ടർ ഷിൻഡോയുടെ ക്ലോസ് ഫ്രണ്ടാണ് ഷബീർ അലി ആയിട്ട് വരുന്നത് അർജുൻ അശോകനാണ്. അദ്ദേഹമാണ് ഈ കഥയിലെ മെയിൻ റോൾ അവതരിപ്പിക്കുന്നത്. സ്റ്റോറി പോകുന്ന സമയത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് പുതിയതായിട്ട് വരും. ഐശ്വര്യ എന്ന ക്യാരക്ടർ, അതായത് മഹിമ നമ്പ്യാർ, എക്സ് ലവറാണ്. ഷിൻഡോയുടെ എക്സ് ലവറാണ് മഹിമ നമ്പ്യാർ. ഒരു ഡെന്റിസ്റ്റാണ് ആള്. പിന്നെ ഹരിഹര സുധൻ എന്ന ക്യാരക്ടർ സംഗീത് പ്രതാപ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ്. അയാളൊരു എത്തിക്കൽ ഹാക്കറാണ്. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഷിൻഡോയുടെ ഫോണൊക്കെ ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇയാളാണ്. കൊറിയർ ബാബുവായിട്ട് വരുന്നതാണ് കലാഭവൻ ഷാജൂൺ. ഈ കഥയിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഇദ്ദേഹവും വരുന്നുണ്ട്. ഈ ഗ്രൂപ്പ് കൂർഗിൽ വരെ പോകുന്നുണ്ട്. കാര്യം ഷിൻഡോനെ തപ്പിയിട്ട് കൂർഗിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ഒരു പാർട്ട് കർണാടകയിലും ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ കഥയെ മെയിനായിട്ട് പറയുന്നത്. ഷിൻഡോയെ എങ്ങനെ കണ്ടുപിടിക്കും, ഷിൻഡോയെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഫോക്കസ് ചെയ്യുന്നത് ഷിൻഡോയുടെ പേഴ്സണാലിറ്റിയും അതുപോലെ ബിൻഡോയുടെ പേഴ്സണാലിറ്റിയും പറ്റിയിട്ട് രണ്ട് ക്യാരക്ടേഴ്സിനെയും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടി പറയുന്നത്. ടൈറ്റിലിൽ പറയുന്ന പോലെ ബിൻഡോ എങ്ങനെയെങ്കിലും ബ്രദറിനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ചിത്രത്തിലെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത്. അതുപോലെ ഇയാളുടെ ദേഷ്യവും അതെല്ലാം ഈ നമ്മുടെ യുവത്വത്തിൽ വരുന്ന ഒരുപാട് ദേഷ്യം, അങ്ങനത്തെ വാശി, ആ ക്യാരക്ടറെല്ലാം ഈ ക്യാരക്ടറിൽ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ചിത്രത്തിൽ കുറേ കോമഡി സീൻസ് ഒക്കെ ഉണ്ട്. പോലീസ് ക്യാരക്ടറായ ബിനു പപ്പു ബിൻഡോവിനെ ഇങ്ങനെ ടീസ് ചെയ്യുന്ന കുറേ സീനൊക്കെ ഉണ്ട്. പിന്നെ കുറേ മൊമെന്റ്സ് ഒക്കെ നമുക്ക് ചിത്രത്തിൽ അനാവശ്യമായിട്ടൊക്കെ ഫീൽ ചെയ്യും. ചിത്രത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് സീനുകൾ ഇതിലുണ്ട്. ചിത്രത്തിൽ ആവശ്യമില്ലാത്ത ഒരുപാട് സീനുകളുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൽ ഒരുപാട് ഹൈ മൊമെന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല രോമാഞ്ചം വരുന്ന മൊമെന്റ്സും ഉണ്ട്. മഹിമ നമ്പ്യാരുടെ ആ ഒരു കാസർഗോഡ് സ്ലാങ് ഒക്കെ ചിത്രത്തിൽ വരുന്നുണ്ട്. അത് കുറച്ചുകൂടെ കോമഡി കൊടുക്കുന്നുണ്ട് ചിത്രത്തിന്. പിന്നെ ബിൻഡോയും ഹരിഹര സുധൻ എന്ന ക്യാരക്ടർ തമ്മിലുള്ള ഒരു റിലേഷനും കോമഡി സീൻസും ഒക്കെ ഒരുപാട് വർക്കൗട്ട് ആവുന്നുണ്ട്. ബ്രൊമാൻസ് സിനിമയിൽ മെയിനായിട്ട് പറയേണ്ടത് അതിൻ്റെ സിനിമാറ്റോഗ്രഫിയാണ്. അഖിൽ ജോർജിൻ്റെ സിനിമാറ്റോഗ്രഫി വളരെയധികം പറയേണ്ടത് തന്നെയാണ്. സോങ് സീക്വൻസ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജെൻസി വേർഷനിലുള്ള സോങ്സ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ കൊച്ചിയിലേക്കുള്ള കാർ ചേസ് സീൻസും ഫൈറ്റ് സീക്വൻസും ക്ലൈമാക്സും ഒക്കെ പൊളിയായിരുന്നു. പിന്നെ സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്തേക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. അതൊരുപാട് ഈ ഫിലിമിനെ നല്ല ഉയരത്തിലെത്തിച്ചിട്ടുണ്ട്. ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ ആ സോങ്സ് ഒക്കെ വളരെയധികം
ഉപയോഗപ്പെട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വളരെ നല്ലൊരു റോൾ ഈ ചിത്രത്തിൽ വഹിക്കുന്നുണ്ട്. ഇതിലെ കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചിത്രത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കാസ്റ്റ് അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യു തോമസ് ഒക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പം നമ്മുടെ യുവത്വ നിരയിൽ നിൽക്കുന്ന നല്ല മെയിൻ ആക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ചിത്രം വളരെ സൂപ്പറായിരുന്നു. മാത്യു തോമസ് ഒരു സൂപ്പർ റോളായി തന്നെ മലയാളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് വളരെ ഹാപ്പിയാണ്. ബിൻറ്റോ എന്ന ക്യാരക്ടർ വളരെ റിലേറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ആ ദേഷ്യവും വാശിയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഫീൽ ചെയ്തു ചില സ്ഥലത്തൊക്കെ. കാരണം നമ്മുടെ ഈ ഒരു ഏജിൽ നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഈ ചിത്രത്തിൽ മാത്യു തോമസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ മഹിമ നമ്പ്യാർ, ഐശ്വര്യ എന്ന ക്യാരക്ടർ വളരെ സൂപ്പറായിട്ട് ആ മെയിൽ ആക്ടേഴ്സിൻ്റെ കൂടെ പിടിച്ചു നിന്നിട്ടുണ്ട്. മഹിമ നമ്പ്യാർ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും ഒക്കെ സൂപ്പറായിരുന്നു. അർജുൻ അശോകൻ ഷബീറായിട്ട് തുടക്കം തൊട്ട് അവസാനം വരെയും ക്ലൈമാക്സ് വരെയും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പെർഫോമൻസ് സൂപ്പറായിരുന്നു. ശ്യാം മോഹൻ ഷിൻഡോ ആയിട്ട് സൂപ്പറായിട്ട് തന്നെ ഒരു ക്രിക്കറ്റ് ക്യാരക്ടറായിരുന്നു ശ്യാം മോഹൻ്റെ. കുറച്ച് നെഗറ്റീവായ പോലെ നമുക്ക് തോന്നും, പക്ഷെ ആൾ സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെൻ്റ് അദ്ദേഹത്തിൻ്റെ പല ഷെയ്ഡ്സിലുള്ള ക്യാരക്ടറൊക്കെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. പ്രേമലുവിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ക്യാരക്ടറായിട്ട് വന്നത് ഈ ചിത്രത്തിലാണ്. അതുപോലെ സംഗീത് പ്രതാപ്, ഹരിഹരസുധൻ എന്ന ക്യാരക്ടർ ഭയങ്കര കോമഡി നമുക്ക് ഈ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ആ ഒരു യങ് ആക്ടർ ഈ ക്യാരക്ടർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓഡിയൻസിന് നല്ല ചിരി പടർത്താൻ പറ്റിയിട്ടുണ്ട്. കലാഭവൻ ഷാജോൺ, കൊറിയർ ബാബുവായിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്രസൻസ് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചിത്രത്തെ പറ്റി പറയാൻ എനിക്കുള്ളത്. അപ്പോൾ ബ്രോമാൻസ് എന്ന് പറയുന്ന ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈനിങ് മൂവിയാണ്. അപ്പം എന്തായാലും എല്ലാവരും കണ്ടു നോക്കൂ. OTT റിലീസായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം റിലീസായ എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. ഷുവറായിട്ട് കണ്ടു നോക്കുക. അല്ലാത്ത കണ്ടിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഷുവറായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വേറൊരു മൂവിയായിട്ട് വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും മൂവീസ് സജസ്റ്റ് പ്ലോട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.